ആൾക്കൂട്ട വിചാരണ നടത്തി ഇവരെ കയ്യേറ്റം ചെയ്ത് കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ച അതേ BJP തന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോയി നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. നമസ്കാരം. ഇവിടെ കേക്കും അവിടെ കൈവിലങ്ങും. അല്ലെങ്കിലേ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഈ ഇരട്ടത്താപ്പ് വിശദീകരിക്കാനാകാതെ കുഴങ്ങി നിന്ന കേരള BJPക്ക് ജാമ്യം കിട്ടിയിട്ടും തീരുന്നില്ല തലവേദന. നമുക്കിനി പോലീസും വേണ്ട, കോടതിയും വേണ്ട, കുറ്റവാളി ആരെന്നും അല്ലെന്നും വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയക്കാർ തീരുമാനിക്കുമെന്ന് സംഘപരിവാർ കുറ്റപ്പെടുത്തുന്നത് സംസ്ഥാന BJPയുടെ മുഖത്ത് നോക്കിയാണ്. അമിത്ഷാ ഇടപെട്ടെന്ന് പാർട്ടി നേതാക്കന്മാർ ഉദ്ഘോഷിച്ചപ്പോൾ അത് തെറ്റായ കീഴ്വഴക്കമെന്നും മതപരിവർത്തനത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ഹിന്ദു ഐക്യവേദിയും വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കുറ്റവാളികളെ തീരുമാനിക്കേണ്ടെന്ന് സംഘപരിവാർ അനുകൂല സന്യാസി വര്യന്മാർ വരെ തുറന്നടിക്കുന്നു. നിർണായക തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ക്രൈസ്തവ വോട്ടുകൾ ഉന്നമിട്ടുള്ള BJPയുടെ എല്ലാ നീക്കങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് ക്രൈസ്തവ സഭകൾ തുറന്ന നിലപാടെടുക്കുന്നത് പാർട്ടി ഇരട്ടത്താപ്പ് നടത്തുന്നു എന്നാരോപിച്ചു തന്നെയാണ്. ഗ്രഹാം സ്റ്റെയിൻസും കുടുംബത്തെയും ചുട്ടരിച്ച സംഭവം പോലും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന സഭകൾ കൈവിടുകയാണോ കേരളത്തിൽ BJPയെ? മുന്നബന്ധം മലയോര മേഖലയിലും കിട്ടിയ മുൻതൂക്കം നഷ്ടപ്പെടുകയാണോ പാർട്ടിക്ക്? ഇലക്ഷന് മുൻപേ ഇടഞ്ഞു നിൽക്കുന്ന സംഘപരിവാറിനെ ഇണക്കിയും പിന്നെ പിണങ്ങിപ്പോയ സഭകളെ ഇണക്കിയും സംസ്ഥാന BJP ഇതെങ്ങനെ പരിഹരിക്കും? ഹിന്ദു സംഘടനകളുടെ BJP വിമർശനം പാളയത്തിൽ പടയാണോ, അതോ കേരളത്തിലെ സഭകളെ മയപ്പെടുത്താനുള്ള BJPയുടെ നീക്കത്തിന് കളമൊരുക്കുന്ന കണ്ണിൽ പൊടിയിടലോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം ചേർന്നു ഹിന്ദു ഐക്യവേദി നേതാവ് A. കസ്തൂരി, BJP നേതാവ് TP ജയചന്ദ്രൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹി അഡ്വക്കേറ്റ് PP ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജും, ഒപ്പം ASMIയുടെ സിസ്റ്റർ അഡ്വക്കേറ്റ് മേരി ജോ ഫ്രാൻസിസും നമുക്കൊപ്പം ചേരും. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ A. കസ്തൂരിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ ഈ ജാമ്യം അസ്വാഭാവികമാണ് എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു അസ്വാഭാവികമായിട്ടൊരു ജാമ്യം, പോലീസ് ഈ കേസ് തീർന്നിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയായതായി പോലീസ് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഈ ജാമ്യം കിട്ടിയത് അസ്വാഭാവിക ജാമ്യമാണ്. ആ ജാമ്യം കിട്ടാൻ ഇടപെടൽ നടത്തിയത് BJP ആണ് എന്ന് BJP നേതാക്കന്മാർ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിനകത്ത് വളരെ പ്രകടമായി തന്നെ സംസ്ഥാന BJP എടുത്ത നിലപാടിനെ വിമർശിക്കുകയാണ്. ശ്രീ A. കസ്തൂരി, കേൾക്കാമോ? സൗണ്ട് കട്ടായി. അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാം എന്ന് കരുതുന്നു. ചെറിയൊരു സാങ്കേതിക വിഷയം. ഞാൻ TP ജയചന്ദ്രൻ മാസ്റ്റർ BJPയുടെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ TP ജയചന്ദ്രൻ, പറയേണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹി കൂടിയാണ്, അദ്ദേഹത്തിലേക്ക് വരാൻ ചെറിയൊരു സാങ്കേതിക വിഷയമുണ്ട്. അതിനുശേഷമായിരുന്നു താങ്കളിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വ്യക്തമാണ്, ഐക്യവേദിയുടെ അധ്യക്ഷനടക്കം സ്വാമി ചിദാനന്ദപുരി അടക്കം അതൊക്കെ സംഘപരിവാറിന്റെ സഹയാത്രികരാണ്. ഈ വിഷയത്തിനകത്ത് സംസ്ഥാന BJP സ്വീകരിച്ച നിലപാടിനെ അറഞ്ചം പുറഞ്ചം വിമർശിച്ചിരിക്കുന്നു. സഭയുടെ നിലപാടിൽ നമുക്ക് പിന്നീട് പോകാം. പക്ഷേ അകത്തുനിന്ന് തന്നെ ഒരു വിമർശനം ഉയരുമ്പോൾ അത് എങ്ങനെയാണ് പാർട്ടി കാണുന്നത്? പറഞ്ഞ 100-ലേറെ വർഷമായി ഭാരതത്തിലെ സംഘപ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും സകല 18 അടവും പയറ്റി ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും പ്രവർത്തകന്മാർക്കിടയിലും പരിവാറുകൾക്കിടയിലും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങൾ 100 വർഷമായി ലോകത്ത് തകർക്കാൻ കഴിയാത്ത അത്രയും ഉറച്ച തരത്തിലുള്ള സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണ് പരിവാർ എന്ന് പറയുന്നത്. പരിവാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അജ്ഞതയാവാം, അറിവില്ലായ്മയാവാം നിങ്ങൾ ഒരുപക്ഷെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് വേദനയോടെ ഞാൻ പറയേണ്ടി വരും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നോക്കൂ, വാജ്പേയിയുടെ ഭരണകാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ നരേഷൻ എന്തായിരുന്നു? ഭാരതീയ മസ്ദൂർ സംഘം വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചില നയങ്ങളോട് എതിർപ്പ് രേഖപ്പെടുത്തി. സംഘപരിവാറിന്റെ വ്യത്യസ്ത പരിവാറുകൾക്ക് കൃത്യമായ അജണ്ടകളും അവർക്ക് കൃത്യമായ പ്രവർത്തന രീതിയുമുണ്ട്.
ഓരോ പരിവാറും ഓരോ വിഭാഗത്തിന്റെയും ക്ഷേമങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് ഇണക്കിക്കൊണ്ട് ഒരു ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ ഒരു പൂർണ്ണനായ മനുഷ്യനെ ഏതുപോലെയാണോ സമ്പൂർണ്ണനാക്കുന്നത്, കൈകളുടെ പ്രവർത്തനങ്ങളും കാലുകളുടെ പ്രവർത്തനവും വിരുദ്ധമായിട്ട് നടക്കുന്നതല്ല. കൈകളും കാലുകളും കണ്ണും ചെവിയും മൂക്കും നെഞ്ചും ഹൃദയവും കിഡ്നിയും എല്ലാം സമഞ്ജസിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന ശരീരത്തെ പോഷിപ്പിക്കുന്നത് പോലെ രാഷ്ട്രം എന്ന ശരീരത്തെ പോഷിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത വിഭാഗങ്ങളാണ് കർഷകർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അഭിഭാഷകർ, പ്രൊഫഷണലുകൾ, രാഷ്ട്രീയക്കാർ എന്നിത്യാദി പ്രസ്ഥാനങ്ങളുടെ സമഞ്ജസമാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് 100 വർഷമായി ആ പ്രസ്ഥാനം ഒരു പിളർച്ചയോ ഒരു അസ്വാരസ്യയോ നേരിടാതെ തുടക്കം എതിരാളികൾക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അപർണ ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗോൾ പോസ്റ്റ് മാറ്റുകയാണ്. കഴിഞ്ഞ 9 ദിവസമായി സത്യത്തിലെ ഛത്തീസ്ഗഡ് ചർച്ച ചെയ്യുന്നു. നല്ല കാര്യം. എല്ലാ ജനാധിപത്യത്തിന്റെയും സൗന്ദര്യം എന്ന് പറയുന്നത് ചർച്ചയും സംവാദങ്ങളും എതിരഭിപ്രായങ്ങളുമാണ്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യം പൂവണിയണമെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകണം, വ്യത്യസ്ത ആശയധാരകൾ പുറത്തു വരണം. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഒന്നും ഞാൻ അല്ല, ശ്രീ ടി പി ജയചന്ദ്രൻ, ആ അത്തരം ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാകും. അതല്ലാതെ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ് ഇതെങ്കിൽ സ്വാമി ചിദാനന്ദപുരി ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. അദ്ദേഹം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥയല്ല. നമുക്കിനി പോലീസും കോടതിയും വേണ്ട. വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കും ആര് കുറ്റവാളികൾ ആര് കുറ്റവാളികളല്ല എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സ്വാമി ചിദാനന്ദപുരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് താങ്കളുടെ പാർട്ടി അല്ലെങ്കിൽ പിന്നെ ആരെയാണ്? സംഘപരിവാർ സഹയാത്രികനായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതും മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയായിട്ട് മാത്രം കണ്ടാൽ മതിയോ? നോക്കൂ, ചിദാനന്ദപുരി എന്റെ നിയോജക മണ്ഡലത്തിലെ എന്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സന്യാസി വര്യനാണ്. അദ്ദേഹത്തെ ഒരു സന്യാസി വര്യൻ എന്നതിനപ്പുറത്തേക്ക് ഹീസ് എ റിയൽ സ്കോളർ. ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ അപർണയോട് പറയുന്നു, അപർണ, ഒളിച്ചും പാർത്തും പതുങ്ങിയും സൂചനകൾ വെച്ചും സംസാരിക്കുന്ന ആളല്ല സ്വാമി ചിദാനന്ദപുരി. സ്വാമി ചിദാനന്ദപുരിക്ക് BJP-യോടുള്ള എതിർപ്പ് രേഖപ്പെടുത്താൻ ചിദാനന്ദപുരിക്ക് ആരുടെയും തിട്ടൂരം ആവശ്യമില്ല. സമീപകാല കേരളത്തിൽ സ്വാമിജിയുടെ നിരവധി നിരീക്ഷണങ്ങളുണ്ട്. ഞാൻ അപർണയുടെ മുമ്പാകെ തുറക്കുന്നു. കേരളത്തിൽ എത്ര പെൺകുട്ടികളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പാകെ പരാതി കൊടുക്കുകയും കേരളത്തിലെ നീതിന്യായ സംവിധാനത്തിന് മുമ്പിൽ പരാതി കൊടുക്കാൻ തയ്യാറാവാതെ വരുന്നത്? അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം അതാണോ അദ്ദേഹം ഈ കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് ശ്രീ ടി പി ജയചന്ദ്രൻ മറ്റേതെങ്കിലും വിഷയത്തിനകത്തല്ല പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു. അതിലൊന്നുമല്ല ഈയിടെ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈ രീതിയിലുള്ളത്. പിന്നെ മറ്റെന്ത് വിഷയത്തിലായിരിക്കും? താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഗസ് വർക്ക് ഉണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റേത് രാഷ്ട്രീയ വിഷയത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് എന്ന്. അത് വ്യക്തമാക്കേണ്ടത് ചിദാനന്ദപുരിയാണ്. ചിദാനന്ദപുരിയുടെ സ്വഭാവം വെച്ച് ഞാൻ പറയുന്നു, ചിദാനന്ദപുരി എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി വിമർശിക്കും. അത് കൃത്യമായിട്ട് എന്റെ പേര് പറഞ്ഞ് വിമർശിക്കും. BJP വിമർശിക്കാൻ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പണ്ടും. കേരളത്തിലുള്ള ശ്രീ ടി പി ജയചന്ദ്രൻ, കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇതാണ് അദ്ദേഹത്തിന്റെ വിമർശനം എന്ന് BJP-ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഇത്രയും വന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന ഒരു സന്യാസി വര്യൻ കൂടിയായതുകൊണ്ട് അദ്ദേഹം ഇത് കാണാതിരിക്കില്ല. എവിടെയെങ്കിലും അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയോ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പോസ്റ്റാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. താൻ ഉദ്ദേശിച്ച വിമർശനം കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഈ മണിക്കൂറിലും അദ്ദേഹം ആ പോസ്റ്റ് തിരുത്താത്തത്. അപർണ, വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയാതെ നിർവാഹമില്ല. മിനിഞ്ഞാന്ന് എന്തായിരുന്നു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും പൊതുചർച്ച? ഛത്തീസ്ഗഡിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഹാജരായ ഗവൺമെന്റ് വക്കീല് എടുത്ത നിലപാട് സത്യസന്ധമായിരുന്നു. കേരളത്തിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ശക്തിയുക്തം എതിർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ കൃത്യമായി നിലപാടുന്നു. യാഥാർത്ഥ്യവുമായിട്ട് എന്ത് ബന്ധമായിരുന്നു അപർണ ഇതിനുണ്ടായിരുന്നത്? തീർന്നില്ല. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം? ഏത് തരത്തിലായിരുന്നു ഈ തവണത്തെ BJP-യുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ചുണ്ടായ നിങ്ങളുടെ നിഗമനങ്ങൾ? ഏത് നറേറ്റീവ് ആയിരുന്നു നിങ്ങൾ തൃശ്ശൂർ ഇലക്ഷന് വേണ്ടി കൊണ്ടുവന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായ സോഴ്സസ് ഉണ്ട്, അവരെ നയിക്കുന്ന ആളുകളുണ്ട്.
അതിനെ ആശ്രയിച്ചല്ല പറഞ്ഞ കേരളത്തിലെ ഓക്കെ, തീർച്ചയായും. അല്ല, അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ശ്രീ ടി പി ജയചന്ദ്രൻ, തീർച്ചയായിട്ടും ശ്രീ ടി പി ജയചന്ദ്രൻ, അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരുദ്ധാഭിപ്രായം ഇതിനകത്തില്ല, ഞങ്ങൾ എടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുക തന്നെയാണ് എന്ന് ഒരു പാർട്ടി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നു, അതിൽ യാതൊരു തർക്കവുമില്ല. താങ്കൾ അങ്ങനെ പറയുന്നതാണ്, അതാണ് സംഭവിക്കുന്നതെങ്കിൽ നല്ലത്, അത് ഞാൻ അംഗീകരിക്കുന്നു. അത് ഞാൻ ഓക്കെ, അങ്ങനെയാണ്. ഞാനൊന്ന് പെട്ടെന്ന് തിരിച്ചു വരാം. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എ കസ്തൂരി, അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ എ കസ്തൂരി, ഈ വിഷയത്തിനകത്ത് അസ്വാഭാവികമായിട്ടുള്ള ജാമ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഇടപെടൽ, അമിത്ഷാ ഇടപെട്ടു എന്ന് പറയുന്ന വാദമുണ്ടെങ്കിൽ അത് തെറ്റായ കീഴ്വഴക്കമാണ്, ഇത് ശരിയല്ല, ഇത് ഒരുപക്ഷെ നിയമ ലംഘനങ്ങളിലേക്ക് വരെ നയിച്ചേക്കുമെന്നൊക്കെ പറഞ്ഞത് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനാണ്. ഈ വിഷയത്തിനകത്ത് ശ്രീ ടി പി ജയചന്ദ്രൻ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടിൽ അസംതൃപ്തിയോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയോ ഒന്നും സംഘപരിവാർ സംഘടനകളോ ഹിന്ദു ഐക്യവേദിക്കോ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളം ഞാനത് നേരത്തെയും പല ഇന്റർവ്യൂകളിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിയമത്തിന്റെ രീതിയിൽ പോകണം. അത് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ എടുത്താൽ നമുക്കറിയാം, ഇവിടെ നടന്ന പഴയ സൂര്യനെല്ലി കേസ്, അതെവിടെ എത്തി ആർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 2 സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് അവരെ അവിടെ കോടതി ജയിലിലാക്കിയപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ ഇടപെടലല്ല ജയിലിലായത് എന്നിപ്പോ വളരെ വ്യക്തമായല്ലോ. കാരണം അതിനകത്ത് ഇപ്പൊ എല്ലാവരും പറയുന്നത്, മീഡിയ മുഴുവൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ ചർച്ചകളിലെല്ലാം വരുന്നത് അതിനകത്ത് അമിത്ഷാ ഇടപെട്ടു അല്ലെങ്കിൽ BJP ഇടപെട്ടു എന്നുള്ള രീതിയിലാണ്. എന്തിനാണ് അവരെ ജാമ്യത്തിൽ പുറത്തിറക്കാൻ. പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ രാജ്യത്ത് നടന്ന ഒരു ജയലളിത ഭരിച്ചിരുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്യാസി വര്യൻ, ഒരു മഠാധിപതി കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളെ അന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ മർദ്ദിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ജയിലിലടച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കൊലപാതക കുറ്റമാണ് ചാർത്തിയത്. എന്നിട്ട് മാസങ്ങളോളം അദ്ദേഹത്തിനെ ജയിലിലിട്ടിരുന്നു. ജയിലിലിട്ട് കഴിഞ്ഞ് കോടതിയിൽ വന്നപ്പോ അന്ന് ഇത് ചെയ്തപ്പോ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഇതിനുവേണ്ടി റോഡിലിറങ്ങി ബഹളം ഉണ്ടാക്കിയില്ല. കാരണം അത് നിയമത്തിന്റെ വഴിയാണ്, അത് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. അവിടെ അവര് പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ആ കൊലക്കുറ്റമെല്ലാം കൊണ്ടുവന്നു. കോടതി അദ്ദേഹത്തിനെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹത്തിനെ പീഡിപ്പിച്ച, അദ്ദേഹത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ ചാർജുകൾ കൊണ്ടുവന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇതാണ് ഒരു ചരിത്രം. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു ന്യൂനപക്ഷ സ്നേഹം. പക്ഷെ ഇതെന്ത് തന്നെ ആയിക്കോട്ടെ, ഇതൊരു ഭാരതീയ പൗരനാണ്, ആര് തന്നെയായാലും. അപ്പൊ അത് ഒരു സന്യാസി ആയാലും അല്ല, ഒരു സാധാരണക്കാരനായാലും ഒരു ക്രിമിനൽ ആയാലും അത് കോടതിയുടെ മുന്നിൽ വരുമ്പോൾ അത് കോടതി നിയമത്തിന്റെ വഴിയിലാണ് പോവേണ്ടത്. അതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ചാടിയിറങ്ങാനായിട്ട്, അതിന് റോഡിൽ ബഹളമുണ്ടാക്കാനായിട്ട്, അവിടുത്തെ നിയമസഭയിൽ ഒരു ബഹളമുണ്ടാക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ പാർലമെന്റിൽ വന്ന് പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കുന്നു. MP-മാര് ഉടനെ അവിടെ നിന്ന് അവരെ പാഴ്സലും എടുത്ത് നേരെ ജയിലിന്റെ മുമ്പിൽ പോയി ബഹളം ഉണ്ടാക്കുന്നു. ഇതാണോ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ? ഇതാണോ ഈ രാജ്യത്ത് നമ്മൾ പറയുന്ന ഭരണഘടന? എല്ലാവരും ഭരണഘടനയെ കുറിച്ച് ഭയങ്കരമായിട്ട് വാദോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോ നിയമം ഞങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല. അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അത് അത്ര ശരിയായ ഒരു പോക്കല്ല. ഇത് രാജ്യത്തിന് വേണ്ടാത്ത ഒരു കീഴ്വഴക്കം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഇപ്പോഴും പറയുന്നത്. അതായത് അത് ഏതായാലും ആ സ്ഥിതിക്ക് ഇടപെട്ട ഇടതുമുന്നണി നേതാക്കന്മാരെയോ അല്ലെങ്കിൽ UDF-നെയോ അല്ലല്ലോ ഈ വിമർശനം അല്ലെങ്കിൽ ഇത് കേൾക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന BJP നേതാക്കന്മാരോട് തന്നെയാണോ ഐക്യവേദി ഇത് പറയുന്നത്? എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തുന്നു. അതിൽ BJP-യെ മാത്രം നിങ്ങൾ പറയണ്ട. കാരണം ഇതിനകത്ത് ആദ്യം ഡൽഹിയിലേക്ക് പോയതാരാണ്? ആദ്യം അവിടെ പോയി ജയിലിൽ ചെന്ന് സന്ദർശനം നടത്തിയത് UDF-ന്റെ നേതാക്കന്മാരാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അന്നത്തെ ദിവസം LDF-ന്റെ നേതാക്കന്മാർ പോയെങ്കിലും അവർക്ക് അനുമതി നിഷേധിച്ചു. കാരണം ലേറ്റായി, ജയിലിലെ സന്ദർശന സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരും കാണുന്നു, ഇത് കഴിഞ്ഞിട്ടല്ലേ BJP-ക്കാർ വരുന്നത്. അപ്പോൾ ഇത്
എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതൊരു മുതലെടുപ്പായിട്ടെടുത്തു. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഒരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയല്ല, മുഴുവൻ രാഷ്ട്രീയക്കാരും. അതെ, പക്ഷേ അത് സംഘപരിവാർ പറയുന്നത് കൊണ്ട് അത് സംസ്ഥാന BJP എടുത്ത ഒരു നിലപാടിൽ ശരിയായില്ല, അല്ലെങ്കിൽ അതൊരല്പം അവധാനതയോടുകൂടി ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ അവകാശവാദങ്ങൾ ഒഴിവാക്കണമായിരുന്നു, അത് തെറ്റായ സന്ദേശം ഉണ്ടാക്കുന്നു. അത് ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട്, അത് ഐക്യവേദിയുടെ പ്രതികരണത്തിലുണ്ട്. ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇത് കോടതി സ്വമേധയാ കേസുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോ ഒരു ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോ എല്ലാവരും കൂടെ പറയുന്ന ജാമ്യം കിട്ടതോടെ കേസ് തീർന്നു എന്നാണ്. ജാമ്യം കൊടുത്തത് എന്തുകൊണ്ടാണ്? ജാമ്യം കൊടുത്തത് ആ കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കേസ് കോടതി എഴുതി തള്ളുമായിരുന്നു. അപ്പൊ ഇതില് എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് അന്വേഷിക്കുന്ന ഏജൻസി അത് അന്വേഷിച്ച് കണ്ടെത്തണം. അതുവരെ ഇവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇതിനെ ഇത്രയും ഊതിപ്പെരുക്കി ഈ ഒരു കേസിനെ, ഈ രാജ്യത്ത് വേറെ ഒരു സംഭവങ്ങളും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് ആകെ ബാധിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇതിനെ മീഡിയ കൊണ്ടുപോകുന്നതും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ടുപോകുന്നതും ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഓക്കെ, യെസ്, ഞാൻ തിരികെ എത്താം. അതിൽ വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, സംഘപരിവാറിന് പറയാൻ കഴിയുന്നത് BJPയോടാണ്. UDF LDF എന്ത് ചെയ്തു എന്നുള്ളതിലുള്ള ഒരു അസംതൃപ്തി അവർ പ്രകടമാക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എടുത്ത ഒരു നിലപാട് അത് സംസ്ഥാന BJPയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ക്രൈസ്തവ സഭകളുടെ വിഷയമുണ്ട്, നമ്മളത് ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ സംഭവിക്കുന്നത് അകത്തു നിന്നുള്ള എതിർപ്പാണ്. ഇത് പരിഹരിക്കണം, പിന്നെ വേണം അടുത്തത് പരിഹരിക്കാൻ. അങ്ങനെ ഇതൊരു വല്ലാത്തൊരു തൃശങ്കു സ്വർഗത്തിലോ എന്നുള്ളൊരവസ്ഥയിലേക്ക് സംസ്ഥാന BJP കടക്കുകയാണ്. നേരത്തെ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ പോലെയുള്ള അത്രയും ശുഭാപ്തി വിശ്വാസം ഈ വിഷയത്തിനകത്ത് പാർട്ടിക്ക് വേണോ? അല്ല, ഞാൻ ഈ രണ്ട് പേരും ഇപ്പോൾ ഒരു കുടുംബത്തിനകത്ത്, ഒരു പരിവാറിനകത്ത് നിൽക്കുന്ന രണ്ട് ചേരികൾ, രണ്ട് ശക്തികൾ എന്ന് തന്നെ പറയാം. ആ രണ്ട് ശക്തികളുടെ രണ്ട് വക്താക്കൾ ആണ് തികച്ചും വിഭിന്നമായ അഭിപ്രായങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തു. നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്നാണ് ബഹുമാനപ്പെട്ട A. കസ്തൂരി ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയായിട്ട് നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്കാണോ ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്? എന്താണ് അവർ ചെയ്ത കുറ്റം? രണ്ടുപേരെ ജോലിക്ക് കൊണ്ടുപോകുന്നു. അവർ രാത്രി പിടിച്ചു കിട്ടിക്കൊണ്ടുപോയതല്ലല്ലോ, തുരങ്കം വഴി കൊണ്ടുപോയതല്ലല്ലോ, കള്ളക്കടത്ത് നടത്തിയതല്ലല്ലോ. ബഹുമാനപ്പെട്ട A. കസ്തൂരി കേരളത്തിൽ 45 ലക്ഷം അതിഥി തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. 45 ലക്ഷം കേരളത്തിൽ, അറിയാമല്ലോ. അവിടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര പേർക്കെതിരെ കേസെടുക്കും? ഏജന്റുമാരും കൊണ്ടുവരും, ബന്ധുക്കൾ കൊണ്ടുവരും, ഇവിടെ ജോലി ചെയ്യുന്നവർ എന്ത് സുഭിക്ഷമായിട്ടിവിടെ കഴിയുന്നു, എന്ത് മനോഹരമായി അവർ ജീവിതം നയിക്കുന്നു. അവർ ആഴ്ചതോറും മാസം തോറും കാശ് അയച്ചു കൊടുക്കുന്നു അവരുടെ നാട്ടിലേക്ക്. ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ. അതേപോലെ 2 ജോലിക്ക് 5000 രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന 19 വയസ്സുള്ള 2 പെൺകുട്ടികൾ, അവർക്കൊരാശുപത്രിയിൽ ജോലി വേണം എന്ന് പറഞ്ഞപ്പോൾ ജോലി വേണമെന്നോ കൊടുക്കാമെന്നോ ഒക്കെ ആയിക്കോട്ടെ, 10000 രൂപ ശമ്പളം, താമസ ചെലവ്, ഇതൊക്കെ കൊടുത്തും കൊണ്ടാണ്, വാഗ്ദാനം ചെയ്തും കൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ കന്യാസ്ത്രീകൾക്ക് അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്ക് ആവശ്യമുണ്ട്, ഈ പെൺകുട്ടികൾക്ക് ജോലി ആവശ്യമുണ്ട്. അവരെ തടയാൻ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് നിയമമാണ് ബഹുമാനപ്പെട്ട കസ്തൂരിയ ഉണ്ടാകുന്നത്? ഏത് നിയമത്തിൻ്റെ വഴിക്കാണ് ഇത് പോകേണ്ടത്? അങ്ങൊന്ന് പറയണം. ഇത് നിങ്ങൾ BJPക്കാരും ഇത് പറയണം. BJP ഗവൺമെൻറ്റാണ് അത് ചെയ്തത്. BJP ഗവൺമെൻറ്റാണ്, BJPയുടെ സംസ്ഥാന ഗവൺമെൻറ്, ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു ജാമ്യം കൊടുക്കരുത് എന്ന്. അതാണോ നിയമത്തിൻ്റെ വഴി? ശ്രീ ജേക്കബ് ജോർജ്, ഈ വിഷയത്തിനകത്ത് ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ചർച്ച നടക്കണം. ഇപ്പോൾ ഇതിനകത്ത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന BJP ഇതിനകത്ത് ഒരു ഫിക്സിനകത്ത് പെടുന്നുണ്ടോ? BJPയെ സംബന്ധിച്ചോളം സംസ്ഥാന അധ്യക്ഷനടക്കം എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ ഒരു വിമർശനാത്മകമായിട്ട് മറുവശത്ത് നിന്ന് വരികയാണ്. ഇതിങ്ങനെയല്ല എന്ന് പറയുന്നിടത്ത് ഈ ഒരു പൊളിറ്റിക്കൽ ഒരു ടേണിംഗ് പോയിന്റ് ഇതിനകത്ത് സംഭവിക്കുന്നു പാർട്ടിക്ക്. അപർണ, സംസ്ഥാന BJPക്ക് ഇത് നിലനിൽപ്പിൻ്റെ മാത്രം പ്രശ്നമാണ്. നിലനിൽപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഇവിടെ കേരളത്തിൽ ക്രൈസ്തവ സഭയുടെ, ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു പിന്തുണ വേണം. ആ പിന്തുണ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി സുരേഷ് ഗോപിക്ക്.
ക്രിസ്ത്യാനികളുടെ വോട്ട് കൂട്ടം കൂട്ടമായിട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി. അല്ല, അതിപ്പോ സംഘപരിവാറിന് അറിയില്ലേ ആ നിലപാട്? അങ്ങനെയാണെങ്കിൽ അപ്പൊ സംഘപരിവാറിന്റെ എതിർപ്പ് ഏത് തരത്തിലെടുക്കണം? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാക്കുകയും ഇങ്ങനെ വിമർശനങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ദീപികയൊക്കെ ഈ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അത് BJP പ്രതിരോധത്തിലാക്കില്ലേ? അതെങ്ങനെ ഗുണം ചെയ്യും? അതാണ് ഗുണം ചെയ്യില്ല. അപ്പോൾ ഈ സംഘപരിവാറിൻ്റെ നിർദ്ദേശം, അതായത് BJPക്കെതിരെ സംഘപരിവാറിൻ്റെ അകത്ത് നടക്കുന്ന നീക്കങ്ങൾ, സംസാരങ്ങൾ, ചടുലമായ ചില നീക്കങ്ങൾ, അത് BJPക്ക് പ്രശ്നമാണ്. അതെന്തിനെ ലക്ഷ്യമാക്കിയാണ്? എന്താണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം? ഒരു പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം പോലെ സുഭിക്ഷമായ, കേരളം പോലെ സമത്വസുന്ദരമായ ഒരു സമൂഹം അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അംബേദ്കറുടെ കാലം മുതൽ നമുക്ക് ഇന്ത്യയെ അറിയാമല്ലോ. ഇന്ത്യയിൽ നടന്ന ചാതുർവർണ്ണയത്തെക്കുറിച്ച് അറിയാമല്ലോ. ഇന്ത്യയിൽ നടന്ന ഉച്ചനീചത്വങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. അവിടെ പാവപ്പെട്ടവൻ എപ്പോഴും പാവപ്പെട്ടവനായിട്ട് കഴിയണം. സമ്പന്നർ, സവർണർ, സമുദായ നേതാക്കന്മാർ അവരെപ്പോഴും ഉന്നതിയിൽ കഴിയണം. ആ ഒരു നിലപാടുള്ള ഒരു ചിന്തയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ കരുതുന്നു. അപർണ. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ നമുക്കൊപ്പം ASMയുടെ സിസ്റ്റർ അഡ്വക്കേറ്റ് മേരി ജോ ഫ്രാൻസിസ് നമുക്കൊപ്പം ചേരുന്നു. ഞാൻ നേരത്തെ തന്നെ എത്താമെന്ന് പറഞ്ഞതാണ്, നമുക്ക് ഈ സാങ്കേതിക വിഷയങ്ങൾ കൊണ്ടാണ്. സിസ്റ്റർ മേരി ജോ, നിയമത്തിൻ്റെ വഴിക്ക് പോകണം, അതാണ് പാനലിസ്റ്റുകളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ വലിയ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്, മതപരിവർത്തനം, മനുഷ്യക്കടത്ത് അടക്കം ഉള്ളത്. വലിയ നിയമ പോരാട്ടത്തിൻ്റെ ഒരു വഴികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. അത് എത്രത്തോളം ചലഞ്ചിങ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ആദ്യമേ തന്നെ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ, ഇതിന് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ജാമ്യം നൽകുന്നതിൽ സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. നിരാലംബരായ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് ആണ് ഞങ്ങൾ. എന്റെ സമൂഹത്തിലെ എന്റെ സ്വന്തം സഹോദരിമാരാണ് ആ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വളരെ ഭീകരമായ രീതിയിൽ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി അറസ്റ്റിലാക്കപ്പെട്ടത്. അവർ 9 ദിവസം തുറുങ്കിലായിരുന്നു. മാനസികവും ശാരീരികവുമായി അവർ ഒത്തിരിയേറെ വിഷമിച്ചു. ഇത് ഞങ്ങളുടെ വിഷമമല്ല, ഇത് ഭരണഘടനയിലുള്ള കടന്നുകയറ്റമാണ്. ഞാൻ പറയട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നല്ലവരായ ഹിന്ദു സഹോദരങ്ങളുണ്ട്, നല്ലവരായ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്, നല്ലവരായ മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഈ രാജ്യത്തിന്റെ പവിത്രതയും മനോഹാരിതയും എന്ന് പറയുന്നത് എല്ലാവരും ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന എന്നാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ പഠിക്കുന്നതാണല്ലോ, പ്രതിജ്ഞ ചെല്ലുന്നുണ്ടല്ലോ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്ത് മനോഹരമായ വാക്കാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, തീർച്ചയായും തീവ്ര നിലപാടെടുത്ത് രാജ്യം പുരോഗതിയിലേക്ക് നയിക്കാത്ത രീതിയിൽ രാജ്യത്തുള്ള പാവങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആര് തന്നെ ആയിക്കോട്ടെ, അവരാരും രാജ്യസ്നേഹികളല്ല. തീർച്ചയായും ഞാൻ പറയും, ഇവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറയും. കാരണം ഒരു മനുഷ്യനും താഴെ കിടക്കുന്ന സഹോദരങ്ങളെ കൈപിടിച്ചുയർത്താൻ പറ്റുന്നില്ലെങ്കിൽ അവരെങ്ങനെ രാജ്യസ്നേഹികളാകുന്നത്? ചങ്ക് പൊടിയുന്ന അവസ്ഥയിൽ ചോദിച്ചു കൊള്ളട്ടെ, ഈ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്, മനോഹരമായ മഹത്തായ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് മൗലിക അവകാശങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് ഇത്? ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല. ഇപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടി. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ നിരുപാധികം വിട്ടയക്കണം എന്നുള്ളതാണ്. കാരണം അവര് ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ല, അനാവശ്യമായിട്ടാണ് നമ്മുടെ ഈ കുറ്റാരോപണങ്ങൾ 2 എണ്ണം അവരുടെ മേൽ ചാർത്തിയിരിക്കുന്നത്. മനുഷ്യക്കടത്തും മതപരിവർത്തനവും. എങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത 2 കുറ്റകൃത്യങ്ങളാ. ഒരിക്കലും അവർ ഈ പുറം ലോകം കാണല്ലേ എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ് അവരെ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഈ ലോകത്തിലെ നന്മ സൂക്ഷിക്കുന്ന ഏതൊരു ഹൈന്ദവനും, ഏതൊരു മുസ്ലിമാനും, ഏതൊരു ക്രിസ്ത്യാനിക്കും അറിയാം, ഇത് ഭരണഘടനയിലേക്കുള്ള ചിലരുടെ ഹിഡൻ ആയിട്ടുള്ള അജണ്ടകളുടെ പൂർത്തീകരണമാണെന്ന്. ഇത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നല്ല മനുഷ്യർക്ക് ആർക്കും ഇത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും അണിനിരുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല.
സിസ്റ്റർ അതായത് സിസ്റ്റർ ഞാൻ ചോദിക്കുന്നത് അത് സംസ്ഥാന BJP സംബന്ധിച്ചിടത്തോളം എടുത്തൊരു നിലപാടുണ്ട്. നേരത്തെ ശ്രീ TP ജയചന്ദ്രൻ പറഞ്ഞ പോലെ അധ്യക്ഷൻ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർ പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനം നമുക്ക് കേരളത്തിലുള്ള പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടാണ്. അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ? അത് അവർ എടുത്ത നിലപാട് വലിയ സഹായകമായി എന്ന് കരുതുന്നുണ്ടോ? എല്ലാ പാർട്ടിക്കാരും എടുത്തിട്ടുണ്ട്. കേരള ഘടകം എടുത്ത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ആദരവോടുകൂടി തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിരുപാധികം ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ വിട്ടയക്കണം. കാരണം എത്രയോ വർഷങ്ങളായി ആദിവാസി മേഖലകളിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ഞാനൊരു ചാനൽ ചർച്ചയിൽ കേട്ടു, ഒരു സ്ഥലത്ത് പറയുന്നു കന്യാസ്ത്രീകളെ ആദിവാസി മേഖലയിൽ നിന്ന് ഓടിക്കണമെന്ന്. എങ്ങനെ പറയാൻ സാധിക്കും? അതായത് മനുഷ്യത്വമുള്ള ആരും ഈ വാക്ക് ഉച്ചരിക്കത്തില്ല. കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരോ ഞങ്ങളാരും തീവ്രവാദികളല്ല. ഞങ്ങള് ആരും മതമാറ്റം നടക്കുന്നവരല്ല. സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ എത്രയോ കാലങ്ങളായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുമാത്രം സ്കൂളുകളാണ് ഈ മിഷണറിമാര് കൊണ്ടുവന്നിരിക്കുന്നത്. സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോടുള്ള സ്നേഹത്തെ കൊണ്ട് നിങ്ങൾ ഹിന്ദു തീവ്രവാദം പരമായ രീതിയിൽ ചിന്തിക്കുന്ന സംഘപരിവാർ പോലെ ഞങ്ങൾ അവരെ വിമർശിക്കുകയല്ല. സ്നേഹത്തോടെ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് സംഘപരിവാറികൾ എല്ലാവരെയും. പക്ഷെ നിങ്ങളിൽ നന്മ സൂക്ഷിക്കണം. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ എനിക്ക് മനസ്സിലാകുന്നു അത് എത്ര നിങ്ങൾ പറയുന്നതിന്റെ ഒരു വേദന മനസ്സിലാകുന്നുണ്ട്. ഒരു വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പൊ പുതിയ ചില വെളിപ്പെടുത്തലുകളൊക്കെ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ വന്നത് അത് ഇരയാക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ ആ പെൺകുട്ടികൾ തന്നെ പറയുന്നു. അവരെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവരെ ബജരംഗ് ദൾ നേതാവ് പൂട്ടിയിട്ടു, ഭീഷണിപ്പെടുത്തി, റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി, മുറിയിൽ പൂട്ടിയിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പോലീസ് ഒപ്പം നിന്നു എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിയമ പോരാട്ടം പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണോ ഈ വെളിപ്പെടുത്തലുകൾ? ആ പെൺകുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിസ്റ്റർക്ക് അറിയാമോ? അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ചല്ലോ. നമ്മളതെല്ലാം വാർത്തയിലെല്ലാം കേട്ടോ. അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ചു. നിങ്ങളെ കൊണ്ടുവരാന്ന് പറഞ്ഞ ഒരു കുട്ടീനെ ഫോഴ്സ് ചെയ്യിപ്പിച്ചു. അത് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ കണ്ടില്ലേ ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞ സഹോദരി ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഏതെങ്കിലും മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ വേദനിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അങ്ങനെ ഒന്നും ചെയ്യരുത് ഒരിക്കലും. അത് നമ്മുടെ രാജ്യത്തിന് തന്നെ രാജ്യം അധപ്പതനത്തിലേക്കേ പോകത്തുള്ളൂ. രാജ്യം പുരോഗതിയിലേക്ക് വരണമെങ്കിൽ ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കണം. അത് ഞാൻ ഹിന്ദുവിന് മാത്രമേ കൊടുക്കത്തുള്ളൂ, ഞാൻ മുസ്ലിമിന് മാത്രമേ കൊടുക്കത്തുള്ളൂ, ഞാൻ ക്രിസ്ത്യാനിക്ക് മാത്രമേ കൊടുക്കൂ ചിന്തിക്കരുത്. ഇന്ത്യ ഈസ് മൈ കൺട്രി. അഗെയിൻ ആൻഡ് അഗെയിൻ ഐ സേ ദാറ്റ് ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അങ്ങനെ തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിൽ ഈ പ്രതിജ്ഞയൊക്കെ പഠിപ്പിക്കുന്നത്. ഇത്ര മഹത്തരമാണ് നമ്മുടെ പ്രിയാമ്പിള്, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ജസ്റ്റ് സീ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഇന്ത്യ ഭരിക്കുന്ന എല്ലാ ഭരണകർത്താക്കളുടെയും ചിന്തയിൽ മനസ്സിലും ഉണ്ട്. അവരെ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണിത്. നമ്മുടെ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാ. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ പരിപാലനയുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പികളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മുടെ രാഷ്ട്രപിതാവിനെ ഒന്ന് ഓർത്തു നോക്കിക്കേ. രാഷ്ട്രപിതാവിനെ കൊന്നതാരാ? പ്ലീസ് ചിന്തിക്കും നിങ്ങള്. രാഷ്ട്രപിതാവിനെ കൊന്നതാരാ? ഗോഡ്സെ അല്ലേ? തീവ്രവാദ ചിന്തയുണ്ടുണ്ട്. നമുക്ക് ഒന്നിലും എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കണം. നമ്മളെല്ലാവരും ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാ. ആരും ഈ ഭൂമിയിൽ ജീവിച്ചു തീർന്നു 500 വർഷം 900 വർഷമൊന്നും ഈ ഭൂമിയിൽ ആരും കിടക്കുന്നില്ല. അന്ന് വളരെ ഷോർട്ട് ആയിട്ടുള്ള പീരീഡേ ഉള്ളൂ നമുക്ക് ഈ ലോകത്ത്. അതിനോടൊപ്പം നമ്മൾ നന്മ ചെയ്ത് കടന്നു പോകുക, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും സിസ്റ്റർ അഡ്വക്കേറ്റ് മേരി ജോ ഫ്രാൻസ് വളരെ അത്യന്തം വൈകാരികപരമായിട്ട് കൂടിയാണ് സിസ്റ്റർ സംസാരിക്കുന്നത്. ഞാൻ സിസ്റ്റർക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. പരിപൂർണമായിട്ട് നീതി കൊടുക്കണം. FIR ക്വാഷ് ചെയ്ത് കളയണം. അത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. കാരണം ഇന്നസെന്റ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ആണ്. അത് എന്റെ സ്വന്തം സിസ്റ്റേഴ്സ് ആണ്. ഞങ്ങളുടെ സ്വന്തം സിസ്റ്റേഴ്സ് ആണ്. അതിപ്പോ സിസ്റ്റേഴ്സിന് മാത്രമൊന്നല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്ത് നിരപരാധി, ഈ ലോകത്തല്ല, ഈ ഇന്ത്യ എല്ലാവർക്കും കൊടുക്കണം. ഈ ലോകത്ത് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നസെന്റ് ആയിട്ട് ആരൊക്കെയാണോ സുവിശേഷം പ്രഘോഷിച്ചെന്നും പറഞ്ഞും മറ്റിതര രീതികളിലൊക്കെ മാറ്റിയെന്നും പറഞ്ഞു സാങ്കേതിക വിഷയങ്ങൾ അദ്ദേഹം മതപരിവർത്തനം അടക്കമുള്ള വാദങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്ന സമയം നിയമ പോരാട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ തിരികെ ഇപ്പോൾ കത്തോലിക്ക കണ്ടസിന്റെ കോൺഗ്രസ് അഥവാ വസന്ത് ഉണ്ട് നമുക്കൊപ്പം. വസന്തിലേക്ക് കിടക്കുന്ന മുമ്പ് കത്തോലിക്ക കണ്ടസിന്റെ അഡ്വക്കേറ്റ് PP ജോസഫും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PP ജോസഫ്, രണ്ട് വിഷയമാണ്. ഒന്ന് BJPയുടെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അത് അടക്കം തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്കൊക്കെ ക്രൈസ്തവ സഭ കടക്കുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു വശത്ത് സംഘപരിവാർ പോലും ഈ
ഈ വിഷയത്തിനകത്ത് എതിർപ്പ് പറയുമ്പോഴും BJPയുടെ ശ്രീ TP ജയന്തൻ മാഷ് ഇതിനകത്ത് പറയുന്നത് ഞങ്ങൾ എടുത്തിരിക്കുന്ന ആ നിലപാട് സത്യസന്ധമാണ് എന്ന് തന്നെയാണ്. അപ്പോൾ സംസ്ഥാന BJP ഈ വിഷയത്തിന് എടുത്തിരിക്കുന്ന നിലപാടുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖവിലേക്ക് എടുക്കാത്തത്? ഇല്ല, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ അധികം കാലഘട്ടങ്ങളായി നമ്മളിപ്പം നോർത്ത് ഇന്ത്യയിലുണ്ടായി ഈ പ്രശ്നത്തെ ഇപ്പോഴത്തെ മാത്രം പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങളിൽ ഇവിടെ എക്കാലവും ഇവിടുത്തെ സംഘപരിവാറുകാർ, അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെങ്കിലും കൊള്ളാം, ഇത് BJP ഭരിക്കുന്ന കാലത്താണെങ്കിലും കൊള്ളാം, അവിടുത്തെ ഭീകരശക്തി സംഘപരിവാർ ഞാൻ പറഞ്ഞത് അതിനേക്കാൾ ഉപരിയായിട്ട് ബജരംഗൾ പോലുള്ള അവിടെ അതിനകത്തെ തന്നെ ഭീകര സംഘടനകൾ അല്ലെ തീവ്രവാദ സംഘടനകൾ, ഭീകരം നമ്മൾ പറഞ്ഞ തീവ്രവാദ സംഘടനകൾ അവർക്ക് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുക അല്ലെ ക്രൈസ്തവരെ അവിടെ നിലനിർത്താതിരിക്കുക, പിന്നെ ക്രൈസ്തവ വിശ്വാസമുള്ളവരൊക്കെ അവിടുന്ന് പാലായനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസ് ഗവൺമെന്റ് കാലത്തും BJP ഗവൺമെന്റ് കാലത്തും ഇത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രഹാം സ്റ്റെയിൻസ് പിന്നെ 1990 ഭരിക്കുന്നു. അതിനുശേഷം 2021 2024 ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല ജാർഖണ്ഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ ജനസംഖ്യക്ക് 51 സെൻസസ് വരെ ഏതാണ്ട് 3% ക്രൈസ്തവരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ അത് കുറഞ്ഞ് ഏതാണ്ട് 2.25% ആയിരിക്കാണ് ഇരിക്കുന്നത്. ഇവിടെ മതപരിവർത്തനം നടന്നിരുന്നെങ്കിൽ ക്രൈസ്തവ ജനസംഖ്യ കൂടത്തില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ സെക്യുലറിസവും മതസ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടനയുടെ പിന്നെ മൗലികാവകാശത്തിൽപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രിയാമ്പിളിൽ തന്നെ സെക്യുലറിസം പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ളപ്പോൾ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തോടെ പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യം, അത് ആർട്ടിക്കിൾ പിന്നെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആർട്ടിക്കിൾ 19 40 വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. അപ്പൊ ഭരണഘടനാധിഷ്ഠിതമായി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരിക്കലും ഇതിന് കൂടി നിൽക്കാൻ പാടില്ല. നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം, ഈ കാണുന്ന ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പിന്നെ ഒരു പറ്റം സ്ത്രീകള് അല്ലെങ്കിൽ അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനായ പിന്നെ റെയിൽവേയുടെ GTR അല്ലെങ്കിൽ അവിടുത്തെ റെയിൽവേ പോലീസ് ഇവരെല്ലാം കൂടി ഒന്നിച്ച് 2 കന്യാസ്ത്രീമാർ ആ വേഷത്തിൽ അവരുടെ കന്യാസ്ത്രീ സഭാവസ്ത്രത്തിൽ കടന്നു വന്നപ്പോൾ അതിൽ സംശയം കാണുകയും അവരെ ഒരു അവരെ ഒരു കള്ളക്കേസിൽ കൊടുക്കുകയും അവരെ ജയിലിലടയ്ക്കുന്ന ശ്രമമാണ് നടന്നത്. പിന്നെ ആൾക്കൂട്ട വിചാരണ, അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിന്റെ എല്ലാം അവസാനം എന്താണ് സംഭവിച്ചത്? ആ പറയുന്ന ജ്യോതി ശർമ്മയ്ക്കെതിരെ ഒരു പെറ്റി കേസ് കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അവർക്കെതിരെ ആ പറയുന്ന ആൾക്കൂട്ട വിചാരണ നടത്തിയ അവർക്കെതിരെ എന്തെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? അതാണ് നമ്മളെ വേദനിക്കുന്നത്. ഇവിടുത്തെ സംസ്ഥാന BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി ഒരു മുസ്ലിം പിന്നെ വിരുദ്ധത ഒരു പരിധിവരെയെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ പിന്നെ കയറ്റി വിട്ടതിന് ശേഷം ഈ വരുന്ന കാലഘട്ടങ്ങളിൽ മുമ്പോട്ട് പോകാം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ച് ശ്രീ അഡ്വക്കേറ്റ് PP ജോസഫ്, കഴിഞ്ഞ തവണ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് മലയോര മേഖലകളിൽ LDF സർക്കാരിനെതിരെ തുടർ സമരങ്ങൾ നടത്തിയപ്പോൾ എല്ലാ ക്രൈസ്തവ സഭകളും ഈ കാര്യങ്ങളൊന്നും ഓർത്തില്ലേ? മുനമ്പത്തെ LDFനെതിരെയും UDFനെതിരെയും വലിയ വിമർശനങ്ങളുമായി വന്നപ്പോഴൊന്നും ക്രൈസ്തവ സഭകൾക്ക്, കത്തോലിക്ക സഭയ്ക്കൊന്നും ഈ കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ലേ? ഗ്രഹാം സ്റ്റെയിൻസിനെയൊക്കെ നിങ്ങൾക്ക് ഈ മിനിറ്റിലാണോ ഓർമ്മ വരുന്നത്? ഈ കഴിഞ്ഞ സമയങ്ങളൊന്നും ഈ ഓർമ്മയൊന്നും കണ്ടില്ല. അത് തെറ്റാണ്. പിന്നെ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കുക. അതായത് നമുക്കിവിടെ BJP എന്നോ പിന്നെ LDF എന്നോ UDF ഒന്നും ഇല്ല. ഇതിന് ഏറ്റവും അവസാനം ഈ വിഷയമായിട്ട് പറയുന്നില്ല, എങ്കിൽ പോലും വിഷയത്തിൽ വിട്ടാണെ പോലും പറയുകയാണ്. NSS ഇവിടുത്തെ പിന്നെ അധ്യാപക നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നപ്പോഴത്തേന് LDF ഗവൺമെന്റ് കത്തോലിക്ക സ്കൂളിൽ നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്. ഇവിടെ അവർ ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയുന്നില്ല. ശിവൻകുട്ടി പറഞ്ഞു തന്നെയാണ് മെത്രാന്മാര് പിന്നെ പ്രസ്താവന ഇറക്കിയിട്ട് കരിക്കാത്ത കയറി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവരാരും ഞങ്ങളെ അനുകൂലിക്കുന്നത് പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഓരോ കാലത്തെ പ്രവർത്തനം കണ്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ ഒരു MLAയും ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്നിട്ടില്ല. പാർലമെന്റിൽ ഇവരെല്ലാം സമരം നടത്തിയ സമരത്തിന്റെ ഘോഷയാത്ര നടത്തിയപ്പോഴും ഛത്തീസ്ഗഡിലെ ഒരു കോൺഗ്രസ് MP ഞങ്ങൾക്ക് വേണ്ടി നിന്നിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് എക്കാലവും ഞങ്ങൾക്കറിയാം. ഇവരാരെയും കാണാറില്ല. കോങ്കോയിൽ 50-60 ആൾക്കാരെ ഡെയിലി കൊന്നുകൊണ്ടിരിക്കുന്നത്. നൈജീരിയ, പക്ഷേ അല്ല ശ്രീ PP ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് പറയുന്ന ഈ എതിർപ്പ്, വലിയ നിലപാട് മാർ ജോസഫ് പാംബ്ലാരി പോലുള്ള അധ്യക്ഷന്മാർക്കില്ല. വൈദിക അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് BJP എന്ത് ചെയ്തു എന്ന് അത് അനുകൂലിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അത് താങ്കൾ കേട്ടിരുന്നോ? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഛത്തീസ് ഗവൺമെന്റ് ഇത്രയും ശക്തമായി ഈ നടപടിയായിട്ട് മുമ്പോട്ട് പോയപ്പോൾ അമിത്ഷാ ഇടപെട്ടതിന് ശേഷമാണല്ലോ ഇതിന്റെ അകത്തൊരു മാറ്റമുണ്ടായത്. അതിന്റെ അകത്ത് നമ്മൾ അവരോട് തീർച്ചയായും അഭിനന്ദനാർക്കും. ഇല്ലേ വീണ്ടും 15 ദിവസം കൊണ്ട് അവരകത്ത് കിടക്കത്തില്ലേ? വീണ്ടും NIA ഇവിടെ ഇരിക്കുന്ന അവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതിക്കോ ജില്ലാ കോടതിക്കോ വേണം ജാമ്യം കൊടുക്കാം. അവർ രണ്ടുപേരും കൊടുക്കാത്ത അവസ്ഥയ്ക്കകത്ത് ഈ പ്രശ്നം ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇവിടുത്തെ BJP ഗവൺമെന്റ്, ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാരും പ്രധാനമന്ത്രിയെയും അഭിനന്ദനം അറിയിച്ചപ്പോൾ അതിന്റെ അനുകൂലമായ നടപടിയിലേക്ക് അവർ വന്നു എന്നുള്ളത് പിന്നെ അഭിനന്ദനാർഹമാണ്. അല്ലെ ഇപ്പോഴും സിസ്റ്റേഴ്സ്
പിന്നെ എൻ ഐ എ കോടതിയും ജാമ്യം നിഷേധിച്ച് ജയിലിൽ കിടക്കുകയും അതായത് ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ വിമർശനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയിലെതിരെ മാത്രം സംസ്ഥാന BJPയുടെ നിലപാടുകളെ ഉൾക്കൊള്ളുന്നു, പക്ഷേ ഈ ബാഹ്യ സമ്മർദ്ദത്തിനകത്ത് പെടുകയാണ് പാർട്ടി എന്നുള്ളൊരു വിമർശനമൊക്കെയാണോ? നമ്മൾ പറഞ്ഞത് ഇതിന്റെ അകത്ത് സംഭവിച്ച ഛത്തീസ്ഗഡ് ഗവൺമെന്റ് അവിടുത്തെ വോട്ട് പിടിക്കാൻ ചെയ്തപ്പോൾ അവർക്കിത് നടപടിയെടുക്കുന്നില്ല. രണ്ടാമത് ഈ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണ്. അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് എടുത്തു കളയണം. ഈ ഒരു പർട്ടിക്കുലർ കേസ് മാത്രമല്ല, നാളെ പിന്നെ UP പല അച്ഛന്മാരെ പിടിച്ച ജയിലിട്ടു. എത്രയോ പാസ്റ്റർമാരെ, ഇത് നമ്മുടെ ചെറിയൊരു കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല. 100 കണക്കിന് പാസ്റ്റർമാരെ UP മറ്റു പല സ്ഥലങ്ങളിലും ജാർഖണ്ഡിലും ഈ ഛത്തീസ്ഗഡിലും അകത്തിടുന്നുണ്ട്. അവരും ക്രൈസ്തവരാണ്. എല്ലാം ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ഇത് തീർച്ചയായും വളരെ പ്രകടമായ രീതിയിൽ തന്നെ. ശരി ഓക്കെ, യെസ്, ഞാൻ അഡ്വക്കേറ്റ് PB ജോസഫ് തിരികെ എത്താം. വസന്ത് തെങ്ങുംപള്ളി, എങ്ങനെ UPയിലടക്കം പാസ്റ്റർമാരെ ജയിലിനകത്ത് ഇട്ട സംഭവങ്ങൾ നടന്ന സമയത്ത് കൂടിയാണ് മുൻപ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഒരു BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സഭകൾ പലരും പ്രകടമായിട്ടുള്ള ഒരു പിന്തുണയൊക്കെ ആ സമയത്ത് കൊടുത്തതാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പിന്തുണയല്ല. പല വിഷയങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത് എന്ന് പറയുക കൂടിയാണ് ശ്രീ PB ജോസഫ്. സ്വാഭാവികമായിട്ടും സംസ്ഥാന BJP ഇതിനകത്തൊരു പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുണ്ട്. ഇല്ല എന്ന് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ പറയുകയാണെങ്കിൽ പോലും നേരത്തെ ശ്രീ A കസ്തൂരിയും ഈ വിഷയം വ്യക്തമാക്കിയതാണ്. വരുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഭകളുടെ നിലപാട് ഇതിനകത്ത് മാറുന്നുണ്ടോ, അത് വ്യക്തമാകുന്നുണ്ടോ, അതൊരു തെറ്റുതിരുത്തലാണോ, ഒരു പശ്ചാത്താപമാണോ, അതൊരു തിരിച്ചറിയലാണോ? കോൺഗ്രസ് ഇതിന് എങ്ങനെയാണ് കാണുന്നത്? നോക്കുവോ പറഞ്ഞാൽ അങ്ങ് ഏറ്റവും അവസാനമാണ് ഇതിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം കസ്തൂരിക്കും ജയേന്ദ്രൻ മാസ്റ്ററിനും ഏറ്റവും അവസാനം സംസാരിച്ച കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിക്കും ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ജയേന്ദ്രൻ മാസ്റ്ററിനാണ്. അതായത് BJP ഇപ്പോൾ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, അകത്ത് നിൽക്കാനും പറ്റില്ലാത്ത ഒരവസ്ഥയിൽ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് BJP ഉള്ളത്. കാരണം നമ്മൾ ഈ ഡബിൾ സ്റ്റാൻഡ് സിൻഡ്രോം എന്ന് കേട്ടിട്ടില്ലേ? അതായത് 2 നിലപാടുകൾ, ഇരട്ട നിലപാടുകൾ. BJP ഒരു ദേശീയ പാർട്ടിയല്ലേ കോൺഗ്രസിനെ പോലെ. BJPക്ക് ഛത്തീസ്ഗഡിൽ ഒരു നിലപാട്, നോർത്ത് ഇന്ത്യയിൽ മറ്റൊരു നിലപാട്, സൗത്ത് ഇന്ത്യയിൽ വേറൊരു നിലപാട്, കേരളത്തിൽ വരുമ്പോ അയ്യോ അത് കേക്കിന്റെ നിലപാട്. നാണമില്ലേ? നാണമാകുന്നില്ലേ? ഈ ചർച്ചയിൽ തന്നെ BJPയുടെ പ്രതിനിധിയായ ജയേന്ദ്രൻ മാസ്റ്റർ പറയട്ടെ, ജയേന്ദ്രൻ മാസ്റ്റർ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പരിവാർ സംഘടനകളാകെ ഒരു മനുഷ്യ ശരീരം പോലെ പരസ്പര പൂരകങ്ങളാണ്. അതായത് കൈ അറിയാതെ കാലനങ്ങില്ല, കാലനങ്ങാതെ കണ്ണനങ്ങില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അതേ കേക്കിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, എന്ത് അപർണ ചോദിച്ച സ്വാമി ഉണ്ടല്ലോ, പരിവാർ സംഘടനകളുടെ ഭാഗമായി നിന്ന് ഇന്ന് ഇവർക്കെതിരെ വിമർശനം ഉന്നയിച്ച അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന്. അതായത് കൈയായ BJP പറയാണ്, കാലായ പരിവാർ സംഘടന എന്തു പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നിട്ട് ഇവര് പറയും ഞങ്ങൾ പരസ്പര പൂരകങ്ങളാണ് എന്ന്. അപ്പൊ എന്താണ് ആ നിലപാടിന്റെ പ്രത്യേകത? 2 കസ്തൂരി പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വലിയ പ്രക്ഷോഭവുമായി വന്നപ്പോൾ അമിത്ഷാ അങ്ങ് ധർമ്മസങ്കടത്തിലായി പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. ശരിയാണ് ശ്രീ കസ്തൂരി, കോൺഗ്രസ് ആണ് ഈ വിഷയം അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ആദ്യം ടേക്കപ്പ് ചെയ്തത്. ഞങ്ങളാണ് പാർലമെന്റിനുള്ളിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടക്കം. ഈ AKCCയുടെ പ്രതിനിധി കൂടി കേട്ടോണം, ഞാനും AKCCയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളാണ് കേട്ടോ, അപ്പൊ അങ്ങ് കൂടി കേട്ടോ. അതായത് ശ്രീമതി പ്രിയങ്ക ഗാന്ധി നേരിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ വളപ്പിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് രണ്ടാമൻ കേരളത്തിൽ നിന്നുള്ള MP കൂടിയായിട്ടുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹമാണ് പാർലമെന്റിനുള്ളിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഒരുമിച്ചാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ രാജ്ഭവനിലേക്ക് മിനിഞ്ഞാന്ന് മാർച്ച് നയിക്കുന്നത്. ആ മാർച്ച് നയിക്കുന്നത് അവിടുത്തെ ഞങ്ങളുടെ CLP ലീഡറും അവിടുത്തെ CPCCയുടെ, അതായത് ഛത്തീസ്ഗഡ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും നേരിട്ടാണ്, അതായത് ഇവിടുത്തെ KPCC അധ്യക്ഷൻ പോലെ തന്നെ നേരിട്ടാണ് സമരം നയിക്കുന്നത്. ഞങ്ങളുടെ MP-മാരുടെ സംഘം ജയിലിലെത്തി ഈ കന്യാസ്ത്രീകളെ കാണുമ്പോൾ അവരോടൊപ്പം ഉള്ള 2 പേരുണ്ട്. കേരളത്തിൽ ഈ ഛത്തീസ്ഗഡിന് വെളിയിൽ നിന്നുള്ളവരോടൊപ്പം 2 പേരാണ് ഛത്തീസ്ഗഡിൽ നിന്നുണ്ടായിരുന്നത്. ഒന്ന് അവിടുത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ കക്ഷി നേതാവ്, അതായത് CLP ലീഡർ. രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ PCCയുടെ അധ്യക്ഷൻ. അതായത് ഛത്തീസ്ഗഡിലെ പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 പേർ
ജയിലിലെത്തിയപ്പോഴുമുണ്ട്, സമരരംഗത്തുമുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ പോകണ്ട. അതുകൊണ്ട് കസ്തൂരി, ഞങ്ങൾ വളരെ കൃത്യമായി നിലപാട് ടേക്കപ്പ് ചെയ്യും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് അഖിലേന്ത്യാ പക്ഷേ വസന്ത് ഇതൊക്കെ പറയുമ്പോൾ വസന്ത് ഒരു കാര്യമുണ്ട്, BJP ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. നിങ്ങളത് കാണുന്നില്ലേ? സംസ്ഥാന BJP എടുക്കുന്ന നിലപാടിൽ നിന്ന് BJP പിറകോട്ട് പോകുന്നില്ല. സംഘപരിവാർ സംഘടനകൾ പോലും വിമർശനം ഉന്നയിക്കുമ്പോഴും സംസ്ഥാന BJP ആ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വസന്ത് തെങ്ങുംപള്ളി, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല അപർണ, ഞാൻ അംഗീകരിക്കുകയാണ്. BJP അങ്ങനെ സംസ്ഥാന BJP ഘടകം പരിവാർ സംഘടനകളുടെ നിലപാടുകളെ തള്ളി പറഞ്ഞുകൊണ്ട്, അതായത് ഈ സ്വാമിമാരുടെയും പരിവാർ സംഘടനകളെ ആകെയും പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അവർ ശരിയായ നിലപാടിനൊപ്പം, അതായത് സംസ്ഥാന BJP ഘടകം എടുത്ത നിലപാട് ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ആ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചത് തെറ്റാണ്, അത് നിയമപരമല്ല എന്നും അത് ബജറംഗ് ദളിന്റെ ബാഹ്യ ഇടപെടൽ മൂലമാണ് അങ്ങനെ അവിടുത്തെ ഗവൺമെന്റിന് ഇടപെടേണ്ടി വന്നതെന്നും, ഒന്നാമത് ജാമ്യം പരിഗണിക്കുമ്പോൾ പോലീസ് കേസിലേറെ കൊടുക്കാതെ അത് വൈകിപ്പിച്ചത് അവിടുത്തെ ഗവൺമെന്റ് ആണെന്നും, അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് ഈ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായ ആൾ നിശബ്ദം പാലിക്കുകയും രണ്ടാമതെത്തുമ്പോൾ ഈ കേസിന്റെ ജുറിസ്ഡിക്ഷൻ ഈ കോടതിക്കല്ല എന്റെ കോടതിക്കാണ് എന്ന് പറഞ്ഞ് വീണ്ടും വൈകിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ശരിയായ നിലപാട്, ആ നിലപാട് സംസ്ഥാന BJP ഘടകം തുടരുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ? നമ്മൾ അവർക്കൊരു കൈ കൊടുക്കണ്ടേ? സാധാരണ അവർ കേക്കുമായി വരുന്നത് പോലെ നാളെ അപർണയും ഞാനും അടങ്ങുന്ന ഇവിടുത്തെ മതേതര സമൂഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് ഒരു കേക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ നിലപാട്. അവർ മാറ്റുന്നില്ലെങ്കിൽ നോക്കൂ, ഇന്നെന്താണ് ബജറംഗ് ദളിന്റെ നേതാവ് ഛത്തീസ്ഗഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്? ആ സ്ത്രീ അവർ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വന്നത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെ തള്ളിക്കളയാൻ രാജീവ് ചന്ദ്രശേഖരന് ധൈര്യം ഉണ്ടാകുമോ? എന്താണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്? അവർ പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ 4-3-7 വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനികളുടെ അരമനം നിറങ്ങുന്നത് നിർത്തണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശരിയായ നിലപാടിനൊപ്പം നിൽക്കാൻ രാജീവ് ചന്ദ്രശേഖരനാകുമോ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇവരൊരു ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുകയാണ്. ഇടത്തോട്ട് പോയാൽ ക്രിസ്ത്യൻ സംഘടനകൾ, വലത്തോട്ട് പോയാൽ പരിവാർ സംഘടനകൾ, ഒപ്പം നിൽക്കും എന്നുള്ളതാണ്. അവിടെ ഞങ്ങൾക്ക് BJPയോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ശരിയായ നിലപാടിനൊപ്പം നിൽക്കൂ. രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ BJP സംസ്ഥാന ഘടകം ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ തള്ളിപ്പറയണം, അവർ ചെയ്തത് ശരിയല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞു 1 by 1 ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഛത്തീസ്ഗഡ് ഗവൺമെന്റിന് തെറ്റുപറ്റി എന്ന് പറയണം. അല്ലെങ്കിൽ സംസ്ഥാന BJP ഘടകം പറയണം, ഈ കന്യാസ്ത്രീകൾ ചെയ്തത് തെറ്റാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നുമല്ലാതെ രണ്ട് വള്ളത്തെ കൂടി കാല് വെച്ചാൽ എന്താ ഉണ്ടാവുക? കാല് രണ്ടും പുളർന്നു പോകും, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നടുവേ കീറി പിളർന്നു പോകും എന്നതിനപ്പുറത്ത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി പെരുമാറാൻ സംസ്ഥാന BJP തയ്യാറായാൽ മതി. ഓക്കെ, ശ്രീ TP ജയചന്ദ്രൻ, BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന BJP എടുക്കുന്ന നിലപാട്, അധ്യക്ഷൻ എടുക്കുന്ന അടക്കമുള്ള നിലപാടുകൾ, നേരത്തെ വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞ പോലെ കേരള സമൂഹവും പോലെ ഒരു മതേതര സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണമാണ് വരിക എന്നുള്ളതിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കൊന്നും തർക്കമുണ്ടാവില്ല. പക്ഷെ അപ്പോഴും എന്ത് നിലപാടെടുക്കുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഒന്നുകിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ചെയ്തത് തെറ്റാണ് എന്ന് പറയുക, അല്ലെങ്കിൽ കന്യാസ്ത്രീകളാണ് തെറ്റ് ചെയ്തതെന്ന് പറയുക. ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ശ്രീ A. കസ്തൂരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതല്ല, ഇത് നിയമത്തിന് വഴിക്ക് പോവുകയാണ് വേണ്ടത്, അങ്ങനെ ഇടപെടലായിരുന്നില്ല നടത്തേണ്ടത് എന്ന് പറയുന്നിടത്ത് ശരിക്കും സംസ്ഥാന BJP ഒരു പ്രതിരോധത്തിലല്ലേ? അവരുടെ ഏതാണ്ട് 3/4 മണിക്കൂറായി നമ്മൾ ചർച്ച ചെയ്യുന്നു. കറുത്ത പൂച്ചേനെ ഇരുട്ടുള്ള മുറിയിൽ തപ്പി നടന്നിട്ട് വസന്ത് തെങ്ങുംപള്ളിക്കും ജേക്കബ് ജോർജിനും മറ്റേ കേരള കത്തോലിക് സഭയ്ക്കും ഒന്നും കിട്ടിയില്ല. നിങ്ങളൊരു നറേഷൻ ഉണ്ടാക്കി സംസാരിക്കുകയാണ്. ഈ തരത്തിൽ ഒന്നും നിങ്ങളുടെ തന്ത്രം വെളിപ്പോവില്ല. എന്റെ വസന്ത് തെങ്ങുംപള്ളിയും ജേക്കബ് ജോർജ് സാറും ഒക്കെ നൽകിയ നല്ല ഉപദേശത്തെ ഞാൻ സ്വീകരിക്കും. പക്ഷെ വസന്ത് തെങ്ങുംപള്ളിയോട് ഞാൻ ചോദിക്കട്ടെ സർ, ഞങ്ങൾ ഉപദേശിക്കുന്ന നേരം കൊണ്ട് കോൺഗ്രസിനകത്തുള്ള ചക്രവ്യൂഹം ഒന്ന് തീർത്തിട്ട് പോരെ ഞങ്ങൾ ഉപദേശിക്കാൻ വരല്? ശശി തരൂരിനെയും കെ മുരളീധരനും പ്രതാപനും നിങ്ങളുടെ മുൻ ജില്ലാ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ഉണ്ടാക്കിയത് തീർത്തിട്ട് കാലം ഇടത്തോട്ടും വലത്തോട്ടും പൊളന്നു പോകുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുമ്പോ അതൊക്കെ ഒന്ന് തീർത്ത് വന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ചാൽ ഞങ്ങൾ കേൾക്കാം. മിസ്റ്റർ തെങ്ങുംപള്ളി ഇരിക്കും, ഞാൻ പറയാം ഉപദേശത്തിന് നന്ദി. രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് അച്ചടി ഭാഷയിൽ
അല്ല ശ്രീ ടി പി ജയചന്ദ്രൻ വസന്തിന്റെ വിമർശനവും ശ്രീ ജേക്കബ് ജോർജിന്റെ വിമർശനമൊക്കെ അവിടെ നിൽക്കുന്നത് രണ്ടുപേർക്കുള്ള ഉത്തരമാണ്. അത് രണ്ട് ഉത്തരമാണ്. ഒന്ന് അഡ്വക്കേറ്റ് മേരി ജോ ഫ്രാൻസിസ് പറഞ്ഞ ആരോപണങ്ങൾക്കുള്ള ഉത്തരം, രണ്ട് എ കസ്തൂരിയുടെ ഉത്തരം. അത് രണ്ടും ഒരു ഉത്തരമാകാൻ കഴിയില്ല. അതെങ്ങനെ BJP ഹാൻഡിൽ ചെയ്യും? ഞാൻ ബാക്കിയുള്ളവർ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള എല്ലാ പാനലിസ്റ്റുകളും അവിടെ നിൽക്കട്ടെ. ഈ രണ്ടുപേരുടെ നിങ്ങൾക്ക് ഒരേ ഉത്തരം നൽകാൻ കഴിയില്ലല്ലോ ശ്രീ ടി പി ജയചന്ദ്രൻ. കഴിയുമെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടായിട്ട് വരും. അങ്ങനെ കഴിയുമോ? ഈ സിസ്റ്റർ അഡ്വക്കേറ്റ് മേരി ജോ ഫ്രാൻസിസിനും ശ്രീ എ കസ്തൂരിക്കും ഒരേപോലെ താങ്കൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുമോ? അപർണ, വെറുതെ എന്റെ സമയം നിങ്ങൾ എടുത്ത് ചെലവഴിക്കുന്നതിന് പകരം ഞാൻ ഈ ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നിങ്ങൾ ഇടപെട്ടോളൂ. എന്റെ ജേക്കബ് ജോർജ് സാർ അവരൊക്കെ പറഞ്ഞത് ഞങ്ങളെയാണല്ലോ അപർണ. എന്താ ജേക്കബ് ജോർജ് സാർ പറഞ്ഞത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്? അല്ല സർ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുക്കള വരെ പോകാൻ സ്വാതന്ത്ര്യം ഒരാളല്ലേ നിങ്ങൾ? ഒറ്റ ചോദ്യം. 2022 ധാൻബാദ് ആലപ്പി എക്സ്പ്രസിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കൊടുത്ത പരാതി പ്രകാരം തൃശ്ശൂരിലെ അമ്പക്കാട് സെന്റ് ജോസഫ് കോൺവെന്റിലെ, സർ എഴുതി വെക്കണേ, സിസ്റ്റർ ആഗ്നസ്, സെന്റ് ജോസഫ് ഫാത്തിമ കോൺവെന്റിലെ പൂമല ഫാത്തിമ കോൺവെന്റിലെ സിസിലിയ, ഈ രണ്ട് സിസ്റ്ററെ പിണറായി വിജയൻ പിടിച്ച് അകത്തിട്ടത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജേക്കബ് ജോർജ്? അന്ന് നിങ്ങളുടെ 4 മുളം നീളമുള്ള ഈ നാവ് എവിടെ പോയിരുന്നു? ആ കേസ് എവിടെയായിരുന്നു? 8 ദിവസം മുമ്പ്, പറയട്ടെ, 8 ദിവസം മുമ്പ് ആ കള്ള കേസ്, ആ കന്യാസ്ത്രീകളെ അന്യായമായി കേസ് കേരളത്തിലെ കോടതി സ്ക്വാഷ് ചെയ്തു, പുറത്താക്കി. അല്ല സർ, ഇത് ഏത് നിയമത്തിലായിരുന്നു? അല്ല ശ്രീ ടി പി ജയചന്ദ്രൻ, പക്ഷെ ഇത് മറ്റൊരു വിഷയത്തിലേക്ക് പോകില്ലേ? ഞാൻ ചോദിക്കുന്ന രണ്ട് പാനലിസ്റ്റുകൾ നമ്മുടെ ഈ ചർച്ചയിലുണ്ട്. ഈ ചർച്ചയിലുണ്ട്. അവർക്ക് ഉത്തരം വേണ്ടേ? അല്ല ശ്രീ ടി പി ജയചന്ദ്രൻ, രണ്ട് പാനലിസ്റ്റുകളുണ്ട്. ഞാൻ ഇവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതല്ലേ? രണ്ടാമത്തത്, സിസ്റ്റർക്കും വസന്ത് തെങ്ങുംപള്ളിക്കും ജേക്കബ് ജോർജിനോട് അടുത്ത ചോദ്യം. സർ, 2022 വക്കീലാണല്ലോ മിസ്റ്റർ വസന്ത്, മേരി ജോ നമ്മുടെ സിസ്റ്ററും. സിസ്റ്റർ, ഞാനൊരു നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്യും. എന്താ? MCRC നമ്പർ 9583/2021. സിസ്റ്റർക്ക് അറിയോ? 4 പാതിരിമാരെ ഇതേ ജാർഖണ്ഡില് കോൺഗ്രസ് സർക്കാർ 10 മാസം ജയിലിലിട്ടു. സിസ്റ്റർ 10 മാസം ജയിലിലിട്ടു. മിസ്റ്റർ വസന്ത് തെങ്ങുംപള്ളി 10 മാസം ജയിലിലിട്ടു. മിസ്റ്റർ ജേക്കബ് ജോർജ്, എവിടെ പോയിരുന്നു നിങ്ങളൊക്കെ? എവിടെയായിരുന്നു നിങ്ങളൊക്കെ? എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ കേസും തള്ളി? ഇപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്ന് ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്നതിന്റെ രഹസ്യമൊക്കെ നമുക്ക് അറിയാമാറാം. കേരളത്തിൽ ഇവർ പറ്റിച്ചിരുന്ന ഒരു സമൂഹം ചില മാറ്റങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം അപർണ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകന്മാർ സിസ്റ്ററും പറയുന്നത്, ഇവര് ആരുടെയും സഹകരണം കൊണ്ടല്ല മേഡം ഞങ്ങളിലേക്ക് ക്രിസ്ത്യൻ സമൂഹം വന്നിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന വിഷയങ്ങൾ ഞാൻ വസന്ത് തെങ്ങുംപള്ളിയുടെയും സാറിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഹാദിയ സോഫിയ പള്ളി മാറ്റിയതിനെ കുറിച്ച് ആഹ്ലാദ നൃത്തം ചവിട്ടിയപ്പോ ഈ 3 പേരും മിണ്ടിയോ? ഇതാ കാസർഗോഡ് ദീർഘദൃഷ്ടിയുള്ള എന്റെ ജേക്കബ് ജോർജും വസന്ത് തെങ്ങുംപള്ളിയും കാസർഗോഡ്. ഞാൻ ശ്രീ ടി പി ജയചന്ദ്രൻ, താങ്കൾ ആ പറയുന്നതിന്റെ എല്ലാ ഉദ്ദേശശുദ്ധിയും മാനിക്കുന്നു. ശ്രീ ടി പി ജയചന്ദ്രൻ അതിനെ ബാധിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഞങ്ങൾ ന്യൂനപക്ഷത്തിനെതിരല്ല. ഇപ്പോൾ രാജ്യസഭാ MP ആയ സദാനന്ദൻ മാസ്റ്റർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ന്യൂനപക്ഷത്തിനെതിരല്ല. അങ്ങനെ ആകാതിരിക്കട്ടെ, ആ ഒരു നിലപാട് പാർട്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ എല്ലാവരും. പക്ഷേ ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി പറയുന്നതടക്കം ഞങ്ങൾ മതപരിവർത്തനത്തിനായ പോരാട്ടം തുടരും. ഈ കീഴ്വഴക്കം ശരിയായില്ല എന്ന് പറയുന്ന പരിവാർ കുടുംബത്തോട് എന്താണ് പറയുക? അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യും സംസ്ഥാന BJP? അപർണ എന്നെ സമ്മതിച്ചാല് ഞാൻ വീണ്ടും പറയാം. എന്റെ വസന്ത് തെങ്ങുംപള്ളിക്ക് അറിയാം ഇയാളെ പേര്, ഫോൺ നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ടാ. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റിന്റെ പേര് വസന്തേ ദീപക് വൈദ്. 4 ദിവസം മുമ്പ് അപർണ കേൾക്കണം, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. എന്താ പറഞ്ഞതെന്നറിയോ? ഛത്തീസ്ഗഡിൽ വ്യാപക മതം മാറ്റം നടക്കുന്നതിനാലാണ് കോൺഗ്രസ് ശക്തമായ നിയമം കൊണ്ടുവന്നത്. വസന്തേ, 1968 ഛത്തീസ്ഗഡിലെ മതപരിവർത്തന പ്രതിരോധ നിയമം കോൺഗ്രസ് കൊണ്ടുവന്നത്. അതാണ് ഛത്തീസ്ഗഡിൽ ഉള്ളത്. തീർന്നില്ല. ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്.
അതിശക്തമായി നടപ്പിലാക്കാൻ ഞങ്ങൾ പിന്തുണ കൊടുക്കും. പറയാൻ പറയും. 10ാമത്തെ ദിവസം പാർലമെന്റിൽ അംഗീകരിക്കുമ്പോൾ 35 ശരി ശ്രീ ടി പി ജയചന്ദ്രൻ, എനിക്ക് അപ്പോഴും എ കസ്തൂരിക്ക് എന്ത് മറുപടിയാണ് താങ്കൾ കൊടുക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് പറയുന്നത്? അത് പറയല്ല. അപർണയാണോ തീരുമാനിക്കേണ്ടത്? ഞാൻ ഓരോരുത്തർക്കും പറഞ്ഞു വരാം. ഓർഡർ തന്നെയാ പറയുന്നത്, ഓർഡർ തന്നെ. നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഹാൻഡറായിട്ടാണ്. എന്നെ ഒന്ന് പറഞ്ഞു സമ്മതിക്കൂ. എന്റെ വിമർശനത്തിനൊക്കെ പറഞ്ഞോട്ടെ. ഞാൻ ചോദിച്ചത്, ഈ 35 MLA-മാർ ഒരു പ്രതിഷേധ പ്രകടനം അവിടെ നടത്തിയോ GPCC-യുടെ മുമ്പിൽ? ഏതെങ്കിലും ഒരു നിയമസഹായം സിസ്റ്റർ ഇരിക്കുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വക്കീലിനെ ആക്കിയിട്ട് ഇവരെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഈ കോൺഗ്രസ്? ഇല്ല. പറയൂ. എന്താണ് നിങ്ങളുടെ അവസരം വരും. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അസ്വസ്ഥനായില്ലല്ലോ. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. നിങ്ങളെ പോലെയുള്ള കള്ള പ്രചരണത്തെ പൊളിച്ചടുക്കാൻ സാധിക്കും. വസന്ത് തെങ്ങുംപള്ളിയും ജേക്കബ് ജോർജും കേൾക്കാൻ ഒന്ന് സാർ. അല്ല ശരി, ഞാനൊരു സമയപ്രശ്നം കൊണ്ടാണ് ശ്രീ ടി പി ജയചന്ദ്രൻ. എനിക്ക് എ കസ്തൂരിയിലേക്ക് വീണ്ടും പോകണമെന്നുണ്ടെങ്കിൽ താങ്കൾ അതിനൊരു മറുപടി പറയണമല്ലോ. അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് ഒരു വാക്ക്, ഒറ്റ വാക്ക്. എനിക്ക് ശ്രീ എ കസ്തൂരി, ഞാൻ അദ്ദേഹത്തെ ഒറ്റ തവണയാണ് എന്തിനാ എന്റെ ഒരു ഒറ്റവരി ചോദ്യം ഈ വിഷയത്തിൽ നിങ്ങൾ കുറെ വരി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അവരുടെ ചോദിക്കാതെ എന്തിനാ അവരോട് പറയേണ്ടത്? ഇതൊന്ന് ചോദിക്കൂ. രാഷ്ട്രീയ പാർട്ടികൾ ഈ കീഴ്വഴക്കം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളോട് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും പറഞ്ഞത് എന്ന് നേരത്തെ ശ്രീ എ കസ്തൂരി പറഞ്ഞു. അതിനുള്ളൊരു മറുപടി അതിൽ BJPക്ക് LDF-ഉം UDF-നും ഹിന്ദു ഐക്യവേദി ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും അതൊരു അതൃപ്തി ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയല്ലേ? അല്ല, ഹിന്ദു ഐക്യവേദിക്ക് അപേക്ഷിക്കേണ്ടി വരും. ഹിന്ദു ഐക്യവേദിക്ക് അവർ നിർദ്ദാനം ചെയ്യുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നവർക്കൊക്കെ പറയേണ്ടി വരും. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം BJP-യോട് അങ്ങനെ കർശനമായി വിമർശനം നടത്തിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് നിങ്ങൾ കൊടുത്ത തലവാചകം ശരിവെക്കാൻ എന്താ, നിങ്ങളൊരു പ്രജുഡൈസ്ഡ് ആയിരുന്നു. എന്തിനാണ് ഇതിന്റെ ഹെഡിങ് എന്താ കൊടുത്തത്? നിങ്ങളുടെ അജണ്ട. ഞാൻ പറയാ അപർണ നിങ്ങളുടെ അജണ്ട എന്തായിരുന്നു? ഞാൻ ഈ പറയാൻ പോകുന്നതൊക്കെ കേട്ടാൽ ഈ അജണ്ട തകരും. നോക്കൂ, ഇവിടെ കൃത്യമായിട്ട് നോക്കൂ. വന്ദനയുടെ സഹോദരൻ ഡീൻസ് മാത്യു പറഞ്ഞു കേന്ദ്ര ഇടപെടൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് പിടിച്ച പിന്തുണ എല്ലാവരും ഞങ്ങൾ സഹായിച്ചു. ഇത് പറയുമ്പോൾ നിങ്ങൾ ഈ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന വ്യാജ എന്താ പറയാ ഇതിനൊക്കെ ക്രിസ്ത്യൻ സമൂഹം തിരിച്ചു പറയും. അവരൊരു കാര്യം മനസ്സിലാക്കണം, സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും അസത്യം 2 ചുറ്റ് നടക്കേണ്ടി വരും. കേരളത്തിലെ കന്യാസ്ത്രീകളെ തിരിച്ചാർത്തിട്ടപ്പോഴും ഛത്തീസ്ഗഡിലെ ഈ കോൺഗ്രസുകാർ ഇത് കാണിച്ചപ്പോഴും മൗനം പാലിച്ചവർ. ശരി ഞാൻ ഇനി അത് കൂടുതൽ നിർബന്ധിക്കുന്നില്ല. ശ്രീ എ കസ്തൂരി, ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടും ഞങ്ങൾ എടുക്കില്ല. ഞങ്ങൾ അതല്ല എടുത്തിരിക്കുന്നത്, അതല്ല ചരിത്രം. ഛത്തീസ്ഗഡിലടക്കം കോൺഗ്രസ് സർക്കാരല്ലേ ഇവരെ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുന്നിടത്ത് ശ്രീ ടി പി ജയചന്ദ്രൻ താങ്കൾക്ക് നേരിട്ട് മറുപടി പറയുന്നുണ്ട്, ഞങ്ങൾ ന്യൂനപക്ഷത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാടല്ല എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ മതപരിവർത്തനത്തിനെതിരായ പോരാട്ടം ഞങ്ങൾ തുടരുകയാണ് എന്നൊക്കെ ഐക്യവേദി അധ്യക്ഷൻ അടക്കം പറയുന്നിടത്ത് BJP-യുടെ നിലപാട് വ്യക്തമല്ലേ? സ്വാഭാവികമായിട്ടും അതിൽ ഒരു ഭിന്നതയുണ്ട് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരില്ലേ? ശ്രീ എ കസ്തൂരി, ഞാൻ വരാം. ശ്രീ ടി പി ജയചന്ദ്രൻ, ശ്രീ എ കസ്തൂരി അദ്ദേഹത്തിലേക്ക്. ഞാൻ ഒന്ന് ജേക്കബ് സാർ പറഞ്ഞത്, 2 സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ, അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ചേർത്തുള്ളൊരു ചുരുക്കി പറയാം. ഒന്ന്, പൊതുവെ സംഘപരിവാറിനെ കുറിച്ച് പറയാറുള്ളത് സംഘപരിവാർ ഒരു ഫാസിസ്റ്റ് രീതിയാണ് എന്നാണ്. ഇപ്പം മനസ്സിലായല്ലോ. സംഘപരിവാറിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹിന്ദു ഐക്യവേദി എടുത്തിരിക്കുന്ന നിലപാട്, ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് ഹിന്ദു ഐക്യവേദിയുടെ ചില നമുക്ക് പ്രവർത്തിക്കേണ്ട മേഖലയുണ്ട്, അതിൽ ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് ഒന്ന്. അപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ ഫാസിസ്റ്റുകളാണ് എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരാൾ മോളിൽ നിന്ന് ഓർഡർ ഇട്ടാൽ എല്ലാവരും കൃത്യമായി ആ വരിയിൽ അതുപടി അനുസരിച്ച് അതേ വാക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നിൽക്കണം. അതല്ല ഞങ്ങളുടെ നിലപാട്. 2, ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങൾ, ഇന്നൊരു ലോകശക്തിയായി ഭാരതം വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ലോകശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൽ ഇവിടുത്തെ യുവാക്കൾക്ക് അവർക്ക് തൊഴിൽ വേണം, അവർക്ക് അതിനുള്ള
വിദ്യാഭ്യാസ സംവിധാനം അനുസരിച്ച് അവരെ എക്യുപ്പ് ചെയ്യണം. ഈ രാജ്യത്തിന്റെ വളർച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഈ ചർച്ച സാധാരണ നമ്മളെ ടിവികളിൽ നടക്കുന്ന ഒരു സാധാരണ രാഷ്ട്രീയക്കാര് തമ്മിലുള്ള ഒരു തമ്മിലടിയായി അവസാനിപ്പിക്കേണ്ട എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. കാരണം ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ അതിനൊരു കൺക്ലൂഷൻ വേണം. അപ്പൊ ഇതില് ജേക്കബ് ജോർജ് സാർ പറഞ്ഞ ഒരു കാര്യം, ഒന്ന്, ഇവിടത്തെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതി വ്യവസ്ഥ. ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് എന്ന് തുടങ്ങി ജാതി സെൻസസ് എടുത്തത് ബ്രിട്ടീഷുകാരൻ, ജാതി വെച്ച് തിരിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഭരണവ്യവസ്ഥ. ഒരു ക്രിസ്ത്യൻ ഇതിലേക്ക് മതം മാറിപ്പോയാൽ അവിടെ ജാതി വ്യവസ്ഥ ഇല്ലേ? ഉണ്ട്. ഇത് ഞാൻ വ്യക്തമായി കണ്ടിട്ടുള്ളതാണ്. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ശ്രീമാൻ സുരേഷ് കുറുപ്പ് അന്ന് കോട്ടയത്ത് മത്സരിക്കുമ്പോൾ അന്ന് ഞാനൊരു SFI പ്രവർത്തകനായിരുന്നു. അന്ന് അവിടെ പോയ ഞങ്ങൾക്കറിയാം, കോട്ടയത്തുള്ള പ്രധാനപ്പെട്ട വീടുകളിൽ, അവിടുത്തെ മാടമ്പിമാരുടെ വീടുകളിൽ അവിടെ വെളുത്തവരും കറുത്തവരും എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന തോമായും പത്രോസും അവർക്ക് ആ വീട്ടിന്റെ നടയിൽ വരാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഞാനീ പറയുന്നത് എന്താണ്, ഒരു പഴയ യുഗമൊന്നുമല്ല. ഇത് ക്രിസ്ത്യനായി കൺവേർട്ട് ചെയ്തതിന് ശേഷം വെളുത്ത ക്രിസ്ത്യാനിയും കറുത്ത ക്രിസ്ത്യാനിയും എന്നുള്ള വേർതിരിവ് അത് നടന്നത് 1986-87 കാലഘട്ടത്തിന്റെ സമയമാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് ആ വീട്ടിന്റെ പുറകിൽ മാത്രമേ വന്നു നിന്ന് സംസാരിക്കാൻ പറ്റൂ. അവർക്ക് ആ വീട്ടിനകത്ത് കയറാൻ പറ്റില്ല. അവർക്ക് ആഹാരം കൊടുക്കുന്ന പാത്രം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, കുഴിയിൽ ചിരട്ടയിട്ട് കൊടുക്കുമെന്ന്, അത് അന്നും അവിടെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ മതം മാറ്റം എന്ന് പറയുന്നത് ഈ ജാതി വ്യവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി ഒന്നുമല്ല. അത് എവിടെ പോയാലും അതുണ്ട്. നമ്മുടെ ഈ തിരുവല്ല ഭാഗത്ത് എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് ശംഖുമുഖത്തുള്ള എന്റെ ഒരു സുഹൃത്ത് ക്രിസ്ത്യാനി, അവിടെ ചെന്നപ്പോ അവിടുത്തെ പള്ളിയിൽ കേട്ടില്ല. അവർ ഒരു സമയപരിമിതി കൊണ്ടാണ് അത് മതപരിവർത്തനം ഏതെങ്കിലും തരത്തിൽ എന്ന് പറയുന്നത്. ഇത് നീണ്ടു പോകുന്നു. ഇത് ഞാൻ ശ്രീ ജേക്കബ് ജോർജ് അവസാനിപ്പിക്കാം ചുരുക്കത്തിൽ. കാരണം ഞാൻ കാണുന്ന മറ്റൊരു സംഗതി കൂടെ വളരെ വ്യക്തമായിട്ട് ജേക്കബ് സാർ പറഞ്ഞതുകൊണ്ട് പറയാം. പറഞ്ഞോളൂ, നമുക്ക് സമയം അവസാനിപ്പിക്കാൻ. ബഹുമാനപ്പെട്ട കസ്തൂരി, ഞാൻ ഒറ്റ വാക്കാണ്, പാമ്പിനും പട്ടിക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യ കുലത്തിൽ പിറന്ന സാധാരണ മനുഷ്യന് നടക്കാൻ മേലാത്ത ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഉണ്ടാക്കിയതാരാ? ആ കാലഘട്ടത്തിനെതിരെ പടപൊരുതിയതാരാ? ശ്രീനാരായണ ഗുരുവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് ബഹുമാനപ്പെട്ട കസ്തൂരി. അല്ലാതെ സംഘപരിവാറല്ല. സംഘപരിവാർ ഉണ്ടായിരുന്നില്ല. സംഘപരിവാർ ഇന്നും ചാതുർവർണ്ണത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഓർക്കണം. വട്ടവടയിൽ ഇന്നും നിലനിൽക്കുന്നു. സാറേ, ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇത് ലോകത്ത് എവിടെ പോയാലും ആരുടെ കയ്യിൽ ഭരണ സംവിധാനമുണ്ടോ, ആരുടെ കയ്യിൽ അധികാരമുണ്ടോ, വിഷയത്തിനകത്ത് അനാവശ്യമായ ചർച്ചകൾ നിങ്ങൾ പറയുന്നത് മാത്രം സത്യമാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ കാഴ്ചപ്പാടുകളോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് പ്രേക്ഷകരോട് ചോദിച്ചത് കന്യാസ്ത്രീകളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറും BJPയും രണ്ട് തട്ടിലാണോ എന്നാണ്. അതിൽ അതെ എന്നുള്ള ഒരു അഭിപ്രായം ഭൂരിഭാഗം പ്രേക്ഷകരും രേഖപ്പെടുത്തിയിരുന്നു. 65% BJPയുടെ നിലപാട് അതിൽ വ്യത്യാസമില്ല എന്ന് BJP പാനലിസ്റ്റും ഹിന്ദു ഐക്യവേദി അവരുടെ നിലപാടിൽ നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് പാനലിസ്റ്റുകൾ പറഞ്ഞത്. പക്ഷേ ഈ വിഷയത്തിനകത്ത് ഇനി ഒരു തുടർ വിവാദങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഏത് നിലപാടായിരിക്കും സംസ്ഥാന BJP സ്വീകരിക്കുക എന്നുള്ളത് ഉറ്റുനോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വളരെയധികം നന്ദി. സമയപരിമിതി കൊണ്ട് എനിക്ക് വളരെ ഗഹനമായ വിഷയമാണ്, വീണ്ടും കടക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. വളരെയധികം നന്ദി. അഡ്വക്കേറ്റ് വസന്തംഗുള്ളി, കസ്തൂരി, ശ്രീ TP ജയചന്ദ്രൻ, ശ്രീ ജേക്കബ് ജോർജ്, PP ജോസഫ്, ഒപ്പം അഡ്വക്കേറ്റ് സിസ്റ്റർ മേരി ജോ ഫ്രാൻസിസ്. നന്ദി. YG presents News 18